സാർവിക സ്വീകർത്താവ് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? AB പോസിറ്റീവ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? കരൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ K. ക്ഷയരോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ബാക്ടീരിയ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഏതാണ്? ന്യൂറോൺ നാഡികോശം. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 7. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? നീലത്തിമിംഗലം. കണ്ണിൻ്റെ ഏത് ഭാഗത്ത് ആണ് പ്രതിബിംബം രൂപപ്പെടുന്നത്? റെറ്റിന. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓങ്കോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ക്യാൻസർ. സസ്യങ്ങൾ വേരുകളിലൂടെ ജലം വലിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? ഓസ്മോസിസ്. മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീയൂഷഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? കാർഡിയോളജി. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ പ്രധാന ധർമ്മം എന്താണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുക. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാമാണ്? വിറ്റാമിൻ A, D, E, K. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. ചുവന്ന രക്താണുക്കളുടെ ആയുസ് ഏകദേശം എത്ര ദിവസമാണ്? 120 ദിവസം. മഞ്ഞപ്പിത്തം ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? കരൾ. ചുവന്ന രക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന പദാർത്ഥം ഏതാണ്? ഹീമോഗ്ലോബിൻ. പക്ഷികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓർണിത്തോളജി. ലോക പ്രമേഹ ദിനം എന്നാണ്? നവംബർ 14. ആഹാരത്തിലെ പോഷകാംശങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏതാണ്? ചെറുകുടൽ. കോശത്തിൻ്റെ ആത്മഹത്യാ സഞ്ചികൾ സൂയിസൈഡ് ബാഗ്സ് എന്നറിയപ്പെടുന്നത് ഏത് കോശാംഗമാണ്? ലൈസോസോം. BCG വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് ഉപയോഗിക്കുന്നത്? ക്ഷയരോഗം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ്? ത്വക്ക് സ്കിൻ.